എട്ടാമത് രാഷ്ട്രീയ പോഷന്മാരുടെ ഭാഗമായി കൊണ്ട് തന്നെ നമ്മൾ അംഗനവാടികളിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നാളിതുവരെ ചെയ്തു വന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഒരുപാട് പ്രവർത്തനങ്ങൾ, കൂടുതൽ ആകർഷണീയവും കൗതുകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലും അത്തരത്തിലുള്ള പരിപാടികളുമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നത്. കൃത്യമായി എല്ലാ തലത്തിലും നിങ്ങൾ ഇതെല്ലാം ചെയ്യുക. പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം ജനന്തോള ആക്ടിവിറ്റികൾ രേഖപ്പെടുത്തുക എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഇതിനിടയ്ക്ക് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, എല്ലാ ദിവസങ്ങളിലും ജനപങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടി അമ്മമാരും രക്ഷിതാക്കളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ദിവസങ്ങളും ഇവരെ അംഗനവാടിയിൽ കിട്ടാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ നാളെ ശനിയാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ പ്രീ സ്കൂൾ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നാളെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അംഗനവാടി തലത്തിൽ സംഘടിപ്പിക്കേണ്ടത്. ഇത് പോഷണ മാസക്കാലം ആയതുകൊണ്ട് തന്നെ പോഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് നമ്മൾ നാളത്തെ പ്രവർത്തനം പോഷൻ ഷോ എന്ന പേരിലാണ് നമ്മൾ നടത്തേണ്ടത്. പോഷൻ ഷോയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കുട്ടികൾക്ക് പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുക, അതേപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള സന്ദേശമാണ് പ്രധാനമായിട്ടും കൊടുക്കേണ്ടത്. അതായത് ഈറ്റ് റൈറ്റ് ബി ബ്രൈറ്റ് എന്ന സന്ദേശം രസകരമായി തന്നെ അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടിയായി നാളത്തെ പ്രവർത്തനം മാറുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത്, നമ്മൾ പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ പ്രീ സ്കൂൾ കുട്ടികൾ അംഗനവാടിയിൽ വരുമ്പോൾ ഓരോ ഫാൻസി ഡ്രസ്സിൻ്റെ കോമ്പറ്റീഷന് മത്സരിക്കുന്നതിന് വേണ്ടി വേഷവിധാനം ധരിച്ചെത്തുകാൻ പറയുക. അത് ഏത് വേണമെങ്കിലും അവർക്ക് ധരിക്കാൻ കഴിയും. അത് വേഷവിധാനം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭക്ഷണ ആരോഗ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേഷമായിരിക്കണം അവർക്ക് രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കേണ്ടത്. പഴങ്ങൾ, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, അതേപോലെ മത്സ്യം, മുട്ട, പരിപ്പ്, അതും അല്ലെങ്കിൽ ട്രഡീഷണൽ ഹെൽത്തി ഫുഡ്, ഇടിയപ്പം, പുട്ട്, കഞ്ഞി മുതലായവ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വേഷവിധാരണമാണ് നാളെ കുട്ടികളിലേക്ക് രക്ഷിതാക്കളെ ഒരുക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനൊരു ചിട്ടയായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കുട്ടികൾ വരുന്ന സമയം നാളത്തെ ദിവസം നമ്മൾ ടീച്ചർ സ്വാഗതം ചെയ്യുക. കുട്ടികളെയും രക്ഷിതാക്കളെയും നാളത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അതിനുശേഷം പോഷൺ മാസക്കാലം എന്താണ് എന്നുള്ളത് ചെറിയൊരു കുറിപ്പ് കൂടെ അവരിലേക്ക് പറഞ്ഞതിന് ശേഷം ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഫാൻസി ഡ്രസ് റൗണ്ട് അപ്പ് നടത്തുക. അതായത് റാമ്പ് വാക്കാണ്. കുട്ടികളെ എന്തെങ്കിലും പച്ചക്കറിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തു വരുന്നെങ്കിൽ ആ പച്ചക്കറി കയ്യിൽ പിടിച്ച് അവർ റാമ്പ് വാക്ക് നൽകുക. അതിനുശേഷം കുട്ടികളെ ഒരു സന്ദേശം പറയണം. അതെന്താണ് സന്ദേശം എന്നുള്ളത് നമ്മൾ ഈ സെഷൻ അവസാനം നമ്മൾ വിവരിക്കുന്നുണ്ട്. കൃത്യമായി അതും നിങ്ങളുടെ കുട്ടികളുടെ രക്ഷിതാക്കളിലേക്ക് എത്തിക്കുക. അതിനുശേഷം ഒരു കോമ്പറ്റീഷൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും സ്പോൺസർ തലത്തിൽ ഒരു പെൻസിലാണെങ്കിലും കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ഒരു സമ്മാനമായിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ 1, 2, 3 മത്സരം വെക്കുന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജിങ് ക്രൈറ്റീരിയ വേണം. അപ്പോൾ അതെന്താണ് ജഡ്ജിങ് ക്രൈറ്റീരിയ എന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത് ടീച്ചേഴ്സ് ആദ്യം മനസ്സിലാക്കുക. അതിന് ക്രിയേറ്റിവിറ്റി ഓഫ് കോസ്റ്റ്യൂം, അതായത് അവർ ധരിച്ചു വരുന്ന കോസ്റ്റ്യൂമിൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള മാർക്ക് കൊടുക്കാം. അപ്പോൾ രക്ഷിതാക്കളുടെ കലാവിരുദ്ധ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് മെസ്സേജിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ, അവർ പറയുന്ന കുഞ്ഞു കുട്ടികൾ പറയുന്ന ഒരു ആശയം ഉണ്ടാവും. ആശയങ്ങൾ എന്താണെന്നുള്ളത് അവസാനം നമ്മൾ പറയുന്നുണ്ട്. അതിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് കൊടുക്കാം. ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് കുട്ടികൾ വരുന്ന സമയം അവരിലേക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ ഒരു ആത്മവിശ്വാസത്തിന് കൂടി നമുക്ക് മാർക്ക് കൊടുക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു ചെറിയൊരു ക്രൈറ്റീരിയ പാലിച്ചുകൊണ്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മത്സരം സംഘടിപ്പിക്കാം. അല്ലെങ്കിൽ എല്ലാവർക്കും, പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് വിതരണം ചെയ്യുന്ന രീതിയിലേക്കും നമുക്ക് മാറാം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടികളെ, വിജയികളെ തിരഞ്ഞെടുത്തു ഒരു പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, നേരത്തെ പറഞ്ഞ പോലെ സമ്മാന വിതരണം നടത്തുക. അതിനുശേഷം വന്നവരെല്ലാവരും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് നാളത്തെ പരിപാടി അവസാനിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെ കുട്ടികൾ നാളത്തെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ, രക്ഷിതാക്കൾക്ക് ഏതൊക്കെ വിഷയങ്ങളിലാണ് കുട്ടികളെ നാളെ ഡ്രസ്സ് ധരിപ്പിച്ച് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ തീമുകൾ നമുക്ക് ഉപയോഗിക്കാം. പഴം, മാങ്ങ, ഓറഞ്ച്, ആപ്പിൾ, ഏത് വേഷങ്ങൾ വേണമെങ്കിലും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കുട്ടികളെ ഒരുക്കി കൊടുക്കാം. പച്ചക്കറി, കാരറ്റ്, ചീര, തക്കാളി, പിന്നെ പാലുൽപ്പന്നങ്ങൾ, പനീർ, മോര്, പാല്, അതേപോലെ തന്നെ മത്സ്യം, മുട്ട, പരിപ്പ്, പിന്നെ ഇടിയപ്പം, പുട്ട്, കഞ്ഞി, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ജങ്ക് ഫുഡ് അവയർനെസ് കൊടുക്കാം. ജങ്ക് ഫുഡുമായി വന്നിട്ട് ഇതെൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് കഴിക്കുന്നത് ഹാനികരമാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു സന്ദേശം കുട്ടി കൊടുക്കുന്ന പോലെയൊക്കെ കുട്ടിക്ക് ഡ്രസ്സ് ഒരുങ്ങി വരാമെന്നുള്ളതൊക്കെയാണ്. പിന്നെ ഫാർമർ, ഹെൽത്തി വർക്കറാണ്, ആരോഗ്യ പ്രവർത്തകനാണ് ഞാൻ കർഷകനാണ്, പോഷകാഹാരത്തിൻ്റെ ഉറവിടം എന്നിൽ നിന്നാണ് എന്നുള്ള രീതിയിലൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ ഫാൻസി ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ട് അതിൻ്റെ ആശയം പങ്കുവെക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് അവരിലേക്ക് ഷെയർ
ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പങ്കെടുക്കുന്ന കുട്ടികളുടെ അവതരണം എന്ന് പറയുന്നത് കുട്ടി വേഷം ധരിച്ച് വന്ന് റാമ്പ് വാക്ക് ചെയ്യുന്നു. അതിനുശേഷം ഒരു വരി അല്ലെങ്കിൽ ചെറിയ സന്ദേശം പറയുന്നു. അത് ഉദാഹരണത്തിന്, ഞാൻ ക്യാരറ്റാണ്, എൻ്റെ വിറ്റാമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതേപോലെ ഞാൻ പാലാണ്, എൻ്റെ എല്ലുകൾക്ക് ശക്തി തരുന്നുണ്ട്. അതേപോലെ ഞാൻ പഴം, ഞാൻ കുട്ടികളുടെ വളർച്ചയ്ക്കും ബുദ്ധിക്കും നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കുട്ടികൾ ചെറു വരിയായിട്ടോ അല്ലെങ്കിൽ ഒരു ആശയമായിട്ട് അവസാനം പറഞ്ഞ് ആ മത്സരം അവസാനിപ്പിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠനവും വിനോദവും ഒരുമിച്ച് ലഭിക്കും എന്നുള്ള പ്രത്യേകത കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ ഏതൊക്കെ ആശയങ്ങൾ പറയണം എന്നതിനെക്കുറിച്ചുള്ള ഉദാഹരണമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗുണഭോക്താക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ അമ്മമാർ ഇതിൽ നിന്ന് അവർക്ക് അനുയോജ്യമായിട്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു തീം ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കുട്ടികളെ നാളെ ഇത്തരത്തിൽ ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ അംഗൻവാടിയിൽ വരുന്നു, പരിപാടികൾ നല്ല രീതിയിൽ നടത്താൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കാണ് നാളെ നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കഴിയുമ്പോൾ കുട്ടികളെ റാമ്പ് വാക്ക് നടത്തുന്നതും ആശയം പറയുന്ന ഒരുപാട് ഫോട്ടോ നമുക്ക് കിട്ടും. ഒപ്പം ഗ്രൂപ്പ് ഫോട്ടോ കിട്ടും. ഇതൊക്കെയാണ് ജനന്തോളൻ ആക്ടിവിറ്റിയിൽ നമ്മൾ തീമും ആയി ആ ആക്ടിവിറ്റികളും സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ടീച്ചർമാർ കൃത്യമായി മറന്നു പോവാതെ, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഡാഷ്ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അംഗൻവാടിയിൽ ഒരു പ്രവർത്തനവും നടന്നില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും വരിക. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ കൃത്യമായി ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് ഇനി പറയുന്ന തീമിലും ആക്ടിവിറ്റിയും സെലക്ട് ചെയ്തുകൊണ്ട് നാളത്തെ പ്രവർത്തനം നിങ്ങൾക്ക് അവസാനിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഇനി ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് എങ്ങനെയാണ് തീമും ആക്ടിവിറ്റിയും സെലക്ട് ചെയ്യുക എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ശനിയാഴ്ച നമ്മൾ നടത്തുന്ന ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ ഭാഗമായിക്കൊണ്ട് ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് ഏതൊക്കെ തീമുകളും ആക്ടിവിറ്റികളാണ് രേഖപ്പെടുത്തുക എന്നുള്ളത് തുടർന്ന് കാണുക. 5 ആക്ടിവിറ്റികളാണ് നമ്മൾക്ക് ഒരു ദിവസം നടത്താൻ സാധിക്കുകയുള്ളൂ. അത് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഈ ഭാഗത്ത് തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ലോഗിൻ എന്ന് കൊടുക്കുക. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം നമുക്ക് വരും. അതിൽ നിന്ന് നമ്മൾ നാളത്തെ, അതായത് ശനിയാഴ്ച നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് സെലക്ട് തീം എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കണം. ഈ കാണുന്ന വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ലെവൽ എന്ന് കാണുന്ന ബ്ലോക്ക് ആയിരിക്കും, അത് മാറ്റി AWC എന്ന് തന്നെ നിങ്ങൾ മാറ്റിയെടുക്കുക. അതിനുശേഷം ഇവിടെ വീണ്ടും സെലക്ട് AWC എന്ന് കാണും, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സെൻറ്റർ സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആക്ടിവിറ്റി, ഈ ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന് കാണുന്ന ഈ തീമിൻ്റെ കീഴിൽ ഒരുപാട് ആക്ടിവിറ്റികൾ വരും. ഇതിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള 5 എണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് തെറ്റിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഇന്ന് പോഷന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനമായതുകൊണ്ടും ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത് പോഷൻ ഷോയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് പ്രൊമോഷൻ ഓഫ് റെസിപ്പീസ് ഫോക്കസിങ് ലോക്കൽ ഫുഡ് ഐറ്റം ലൈക്ക് മില്ലറ്റ്, ഫ്രൂട്ട്, വെജിറ്റബിൾ എന്നുള്ളത് നമുക്ക് ആദ്യത്തെ തീമായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അതിനുശേഷം ഇവൻ്റ് ഡേറ്റ്, നാളത്തെ ഡേറ്റ് ക്ലിയർ ആയിട്ട് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കലണ്ടറിൽ നിന്ന് ഓപ്റ്റ് ചെയ്തെടുക്കുക. പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ്, നിങ്ങൾ എത്ര കുട്ടികളാണ് പങ്കെടുത്തത്, അത് ആൺകുട്ടി എത്ര പെൺകുട്ടി എത്ര എന്നുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ അമ്മമാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ AG, അതായത് അഡൾട്ട് എന്ന് കാണുന്ന ഭാഗത്ത് ഫീമെയിൽ കൊടുക്കുക. അച്ഛന്മാരാണെങ്കിൽ മെയിൽ എന്ന് കാണുന്ന ഭാഗത്താണ് നിങ്ങളത് കൊടുക്കേണ്ടത്. അതിനുശേഷം AG കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ AG കുട്ടികൾ എത്ര എന്നുള്ളത് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഫോട്ടോ അപ്ലോഡിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ, നമ്മൾ ഒരുപാട് ഫോട്ടോ നമ്മൾ ഗാലറിയിൽ സേവ് ആക്കിയിട്ടുണ്ടാവും. അതിൽ നിന്നൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം അവസാനിപ്പിക്കും. അതിനുശേഷം വീണ്ടും രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സെലക്ട് തീം എന്ന് കാണുന്നത് ക്ലിക്ക് ചെയ്ത് വോക്കൽ ഫോർ ലോക്കൽ എന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കുക. ബ്ലോക്ക് മാറ്റി AWC ആക്കുക. അതിനുശേഷം AWC സെലക്ട് ചെയ്ത് ആക്ടിവിറ്റി നമുക്ക് ഇതിൽ നിന്നും കൃത്യമായിട്ടുള്ള നമ്മളെ നാളത്തെ പ്രവർത്തനവുമായി ചേർന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പ്രൊമോട്ട് ലോക്കൽ ഫുഡ് ഐറ്റംസ് ആൻഡ് ക്രാഫ്റ്റ്, അത് തിരഞ്ഞെടുക്കാം. ഒപ്പം തന്നെ നമുക്ക് നാളത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അവയർനെസ് സെഷൻ ഓൺ ട്രഡീഷണൽ ഹെൽത്തി റെസിപ്പീസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഫീഡ് ഡെമോൺസ്ട്രേഷൻ യൂസിങ് ലോക്കൽ ഫുഡ് കൊടുക്കാം. പോഷൻ വാടിക റിലേറ്റഡ് ആക്ടിവിറ്റി ഫോക്കസ് ഓൺ റീജിയണൽ വെജിറ്റബിൾസ്, നമ്മൾ തക്കാളി ഇതൊക്കെ നമ്മൾ പോഷൻ വാടികയിൽ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ അതിൽ വേണമെങ്കിൽ പപ്പായ, അതുമായി ബന്ധപ്പെട്ട് ഏത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ 5 എൻട്രികളാണ് നമുക്ക് ഇതിൽ നിന്നും ആക്ടിവിറ്റികളായിട്ട് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് സേവ് ചെയ്യണം. ഒരു തവണ ഒരു ആക്ടിവിറ്റി മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ സെലക്ട് ചെയ്യുക. അവസാനം എല്ലാം അപ്ലോഡ് ചെയ്തതിന്
ശേഷം ഡിസ്ക്രിപ്ഷൻ എഴുതി സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. അതിനുശേഷം വീണ്ടും അടുത്തത്, അങ്ങനെ 5 എൻട്രി വരെ നിങ്ങൾക്ക് ഒരു ദിവസം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതിനനുസരിച്ച് കൃത്യമായി ഈ പ്രവർത്തനങ്ങളൊക്കെ രേഖപ്പെടുത്തി നാളത്തെ പ്രവർത്തനം അവസാനിപ്പിക്കുക. താങ്ക്